ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 12-13 തിരുവചനങ്ങളാണ്. പത്രോസ്ലീഹ ഇങ്ങനെയാണ് എഴുതി വച്ചിട്ടുള്ളത്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പത്രോസ്ലീഹ അഗ്നി പരീക്ഷകളിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുള്ള വ്യക്തിത്വമാണ്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ വേദനകളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു ജീവിതമാണ് വിശുദ്ധ പത്രോസിൻ്റേത്. അതുകൊണ്ട് തന്നെ സ്ലീഹ വലിയ സ്നേഹത്തോടെ നമ്മളെ ഓർമ്മിപ്പിക്കും: സഹോദര, സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നി പരീക്ഷകൾ പോലെയുള്ള സംഭവങ്ങൾ കടന്നു വരുമ്പോൾ പരിഭ്രമിച്ചേക്കല്ല, തളർന്നു വീണേക്കല്ല. ഓരോ അഗ്നി പരീക്ഷയുടെ അനുഭവവും ക്രൂശിതനോട് നിനക്ക് ഐക്യപ്പെടാനുള്ള ഒരനുഭവമാണ്. ക്രൂശിതനോട് ഒന്നിച്ചു നിൽക്കാനുള്ള ഒരവസരമാണ്. ക്രൂശിതനായവൻ ശരീരത്തിലും മനസ്സിലും ഏറ്റുവാങ്ങിയ എല്ലാ പീഡകളോടും എല്ലാ ദുഃഖങ്ങളോടും മുറിവുകളോടും ക്ഷതങ്ങളോടും കൂടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ നിനക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് ഓരോ അഗ്നി പരീക്ഷയുടെ അനുഭവം. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഈ അഗ്നി പരീക്ഷ. ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ, ചിലപ്പോൾ ചെറിയ പ്രായത്തിലാകാം, ചിലപ്പോൾ യൗവന കാലഘട്ടത്തിലാകാം, ചിലപ്പം പ്രായം ചെന്ന സാഹചര്യത്തിലാകാം. ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ഒരു അഗ്നി പരീക്ഷയുടെ അനുഭവം ഉണ്ടാകും, സാധ്യതയുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കും: അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ സംഭ്രമിച്ചേക്കല്ല്, തളർന്നു വീണേക്കല്ല്. ഇനി മുന്നോട്ട് ഞാൻ ഇല്ല എന്നും പറഞ്ഞ് അസ്വസ്ഥയാകരുത്. ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങൾ വരാം. ദൈവമുണ്ടോ? ഇതൊക്കെ കാണാനും കേൾക്കാനും ദൈവത്തിന് കഴിയുമോ? ദൈവം കേൾക്കുമോ പ്രാർത്ഥന? അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ കാൽവരിയിൽ തൻ്റെ പ്രിയപുത്രൻ നിലവിളിച്ചപ്പോൾ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ, എന്തേ അങ്ങനെ ഒരു ദൈവം നിശബ്ദത പാലിച്ചു? നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾ ഈ അഗ്നി പരീക്ഷയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ചിന്തകൾ. എവിടുന്ന ഇങ്ങനെ ചോദ്യങ്ങൾ വരണേന്ന് അറിയത്തില്ല. അതിങ്ങനെ മനസ്സിലിങ്ങനെ 1 by 1 ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ച കേൾക്കുമോ ദൈവം? സഹോദര, സഹോദരി, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ഉത്ഥാനത്തിൻ്റെ ദിവസം. ഈസ്റ്ററിൻ്റെ അന്ന്, ഈസ്റ്റർ ഞായർ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം കിട്ടുന്ന ദിവസമാണ് ഈസ്റ്റർ. അതാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്ന ദിവസം. ആ ദിവസത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും നമുക്കറിയാം. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ നെഗറ്റീവ് അനുഭവങ്ങൾക്കും ഒരു ഉത്തരമുണ്ടെന്നും നമ്മുടെ വിശ്വാസം ശക്തമാണെന്നും ഈ വിശ്വാസത്തെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഈ ഉത്ഥാന ഞായറെന്നൊക്കെയുള്ള വലിയ സന്ദേശം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചു തരികയാണ്. സഹോദര, സഹോദരി, ഓരോ അഗ്നി പരീക്ഷയുടെ അനുഭവത്തിലും നിൻ്റെ കർത്താവ് നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്: നീ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഒരു പക്ഷേ ശിക്ഷിക്കപ്പെടാം. നിന്റെ ഭാഗത്ത് നീതി മുഴുവനും ഉണ്ട്. നീ നിഷ്കളങ്കയാണ്. ഒരു തെറ്റും ബോധപൂർവം നീ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും നിന്റെ ജീവിതത്തിൽ ഒരു അഗ്നി പരീക്ഷയുടെ അനുഭവം ഉണ്ടാകാം, സാധ്യതയുണ്ട്. അങ്ങനെ അഗ്നി പരീക്ഷയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോയാലും നിന്റെ ദൈവം നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല. നിന്റെ ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കുകയല്ല. നിന്റെ ദൈവം നിന്നെ ഒരിക്കലും തളർന്ന് പോയിക്കോട്ടെ, അങ്ങനെ അങ്ങ് തീർന്നു പോകട്ടെ, നെവർ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. നിന്റെ ദൈവം നിന്റെ അരികിലുണ്ടാവും. നിലവിളിക്കുന്ന, കരഞ്ഞു പോകുന്ന, തളർന്നു പോകുന്ന നിന്നെ ഉയർത്തി നിർത്താൻ നിന്റെ ദൈവം നിന്റെ അരികിലുണ്ട്. അതുകൊണ്ടാണ് സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുക: ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കണം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കാൻ പറ്റണം. ഇങ്ങനെ ആഹ്ലാദിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുന്നത് നല്ലതാണ്: വിശ്വാസം, ശരണം,
സ്നേഹം, ദൈവിക പുണ്യങ്ങൾ 3 ഈ അഗ്നി പരീക്ഷകളിൽ പിടിച്ചു നിൽക്കാൻ നമ്മളെ എപ്പോഴും സഹായിക്കുക ഈ 3 പുണ്യങ്ങളാണ്. വിശ്വാസം, ശരണം, സ്നേഹം. വിശ്വാസം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വലിയ വേദനയുടെ സാഹചര്യത്തിൽ എളുപ്പത്തിൽ ഈ വിശ്വാസം ആടി ഉലയാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഈ വിശ്വാസത്തിന് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. ഒറ്റ കാര്യം ഓർത്തോണം, നീ എത്ര വലിയ നെഗറ്റീവ് അനുഭവത്തിലൂടെ പോകുന്നുവെങ്കിലും, എത്ര വലിയ തകർച്ചയിലൂടെ പോകുന്നുവെങ്കിലും, നീ നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നീ നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നിന്നെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പറയും, നീ സഹിക്കുമ്പോൾ, നീ വേദനിക്കുമ്പോൾ നിൻ്റെ ദൈവം നിനക്ക് കടക്കാരനാവുകയാണ്. നീ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴോ നീ ദൈവത്തിന് കടക്കാരനാവുകയാണ്. നീ വേദനിക്കുന്ന സമയം മുഴുവൻ നിന്റെ ദൈവം നിന്നോട് കടക്കാരനായിട്ട് തീരുകയാണ്. എത്രയധികം കണ്ണുനീർ തുള്ളികൾ നീ വീഴ്ത്തുന്നുവോ നിന്റെ ദൈവം നിനക്ക് കടക്കാരനായി തീരുന്നു. അത് മുഴുവൻ, ഓരോ തുള്ളി കണ്ണുനീരും കൃപയാക്കി തരാൻ നിന്റെ ദൈവം തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിന്റെ ദൈവം അതിന് സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരി കുറച്ച് നാൾ മുമ്പ് പങ്കുവെച്ചൊരു അനുഭവം. 3 മക്കൾ, മൂത്ത കൊച്ച് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അതിൻ്റെ താഴെ 2 മക്കൾ കൂടെയുണ്ട്. 4ാമത്തേത് ഗർഭിണിയാണ്. 4ാമത്തെ കുഞ്ഞിനെ അവൾ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം, 2-2.5 മാസമേ ആയിട്ടുള്ളൂ ഗർഭിണിയായിട്ട്, 4ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട്. ആ സമയത്ത് ഈ ഹസ്ബൻഡ്, ഇവളുടെ ഭർത്താവ് ഒരുപാട് ആത്മീയ ശുശ്രൂഷകളിലൊക്കെ സഹകരിക്കുന്ന മോനാണ്. ഒരുപാട് കുഞ്ഞുനാളിൽ 16 വയസ്സ് തൊട്ട്, അങ്ങനെയാണ് ഈ സഹോദരനോട് പറഞ്ഞത്, ഈ ഭർത്താവിന് 16 വയസ്സ് തൊട്ട് ഉള്ള സമയത്ത് ആത്മീയ ശുശ്രൂഷകളിൽ ധാരാളം പങ്കുചേർന്നിട്ടുള്ള മകനാണ്. ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും കഴിവുകളും മുഴുവനും ഈ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചിട്ടുള്ളൊരു മോനാണ്. കുടുംബത്തെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലൊക്കെ വളർത്താൻ ഒരുപാട് കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരു ജീവിതം. ഒരു ദിവസം ഈ സഹോദരൻ ഈ ഭാര്യയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ, ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് കാറ് ഡ്രൈവ് ചെയ്ത് വരികയാണ്. വരുന്ന വഴിയിൽ ആക്സിഡൻറ്റിൽ പെടുന്നു. അവിടെ വെച്ച് തന്നെ മരണമടയാണ് ഈ ഭാര്യ. ഈ 3 മക്കളുടെ അമ്മ, 4ാമത്തെ കുഞ്ഞ് ഉദരത്തിലുണ്ട്. ഈ സഹോദരിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ഇങ്ങനൊരു വേർപാട്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ ഭർത്താവ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തതാണ്. പിന്നെ കേൾക്കുന്നത് മരിച്ചു എന്നുള്ള വാർത്തയാണ്. അല്പം പോലും മനസ്സ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ വല്ലാതെ മനസ്സ് വേദനിക്കുകയാണ്, നീറിപ്പുകയുകയാണ്. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു, മനസ്സ് വല്ലാണ്ട് വേദനിച്ചിരിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ സ്വീകരിക്കാം. ഭർത്താവിനെ ഈശോ കൊണ്ടുപോയതാണ്. ഈശോയുടെ അടുത്തുണ്ട് എൻ്റെ ഹസ്ബൻഡ്, സ്വർഗത്തിലുണ്ട്. എനിക്ക് നല്ല ഉറപ്പ്. ഒറ്റ ഒരു കാര്യം വേദന തോന്നുന്നു. എൻ്റെ മക്കള്, മൂത്ത കൊച്ച് ഇടയ്ക്കിടയ്ക്ക് പറയും, അപ്പ പറ്റിച്ചിട്ട് പോയില്ലേ, അപ്പ പറ്റിച്ചിട്ട് പോയില്ലേ, ഇനി അപ്പ വരില്ല അല്ലേ. ഈ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മയോട് പറയുന്നൊരു വാക്കാണ്, അപ്പ പറ്റിച്ചിട്ട് പോയില്ലേ. അത് ഓർക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഈ ഭാര്യയുടെ, ഈ അമ്മയുടെ മനസ്സിൽ വല്ലാത്ത വേദനയാണ്. എന്ത് പറഞ്ഞ് കൊച്ചിനെ ആശ്വസിപ്പിക്കും? അപ്പം ഇനി വരൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. കുഞ്ഞിൻ്റെ മനസ്സിൽ എങ്ങനെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കും? അവൾ വിഷമിക്കുകയാണ്. 2ാമത്തെ കൊച്ച്, ഇവൾ പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ മോനെ വായോ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൊച്ച് മുട്ടുകുത്ത്, കൈകൂപ്പി പിടിക്കുക. ഉടനെ കൊച്ച് പറയും, അപ്പ വന്ന് മുട്ടുകുത്തട്ടെ, അപ്പം ഞാൻ മുട്ടുകുത്താം. അപ്പ എന്താ വരാത്തെ? അപ്പ വന്നിട്ട് മുട്ടുകുത്തിയാൽ ഞാൻ മുട്ടുകുത്താം. 2ാമത്തെ കൊച്ചിൻ്റെ മുമ്പിലും ഇവൾ കൈ കൂപ്പേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞ് മക്കളെ ആശ്വസിപ്പിക്കും? ഇവളുടെ മനസ്സിൽ വല്ലാത്ത വേദനയോടെ വന്നൊരു അനുഭവം ഞാൻ ഓർക്കുന്നു സഹോദരങ്ങളെ. ഒരു തരത്തിൽ വലിയൊരു അഗ്നി പരീക്ഷയുടെ അനുഭവം തന്നെയാണ്. സാമ്പത്തികമായിട്ട് അത്ര ഉന്നത നിലവാരം എന്നൊന്നും പറയാനില്ല. ഒരു ആവറേജ് ഫാമിലി, അന്നത്തെ കാര്യം ഭംഗിയായിട്ട് പോകും. അത്രയ്ക്കൊക്കെ അവളുടെ ജീവിതത്തിലുള്ളൂ. ഇനി അങ്ങോട്ട് ഈ 4 മക്കളെ എങ്ങനെ വളർത്തും? ഇനി അങ്ങോട്ട് ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ആര് സഹായിക്കും? എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? തനിച്ചിതൊക്കെ ഓടിപ്പിച്ച് എത്തിക്കാൻ പറ്റുമോ? ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റുമോ? മനസ്സ് മുഴുവനും നീറിപ്പോകുകയാണ്. ഒരു വല്ലാത്ത അഗ്നി പരീക്ഷണമാണ്, ഒരു വല്ലാത്ത വേദനയുടെ സാഹചര്യമാണ്. ഒരുപാട് പ്രാർത്ഥിച്ചു, ആശ്വസിപ്പിച്ചു, ധൈര്യമൊക്കെ കൊടുത്തു. പ്രാർത്ഥിക്കാമെന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടത് ഞാൻ ഓർക്കുകയാണ്. കുറച്ച് മുമ്പൊക്കെ കണ്ടപ്പം പറയായിരുന്നു, എനിക്ക് നല്ല ധൈര്യമുണ്ട് സിസ്റ്ററെ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ഫംഗ്ഷൻ വീട്ടിൽ വന്നാലും ഹസ്ബൻഡ് അവിടെ ഇവിടെ ഓടി നടന്നെല്ലാം ചെയ്യുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ആണ്. എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല, ഇവിടെയുണ്ട്. ഈശോ എന്നെ സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഈശോ എൻ്റെ കൂടെയുണ്ട്.
എല്ലാ കാര്യത്തിലും ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് വേദനിച്ച് തളർന്ന് ഇരിക്കാൻ ഇടവരുത്തിയിട്ടില്ല. എപ്പോഴെങ്കിലും എൻ്റെ കണ്ണ് നിറയുന്നുവെങ്കിൽ, എപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് നീറുന്നുവെങ്കിൽ ആരെങ്കിലും എൻ്റെ ഈശോ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ആരിലൂടെയെങ്കിലും എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ പറയും, കഴിഞ്ഞ ദിവസം ഒരാൾ സ്പോൺസർ ചെയ്തു പോലും 2 മക്കളെയും പഠിപ്പിക്കാൻ, മൂത്ത 2 മക്കളുടെയും വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ ചെലവും അവരെടുത്തേക്കാന്ന് പറയാറ്. ഈ സഹോദരി പറയാം, അത് ഈശോ തന്നെ ചെയ്തു തരുന്നതാണ്. എൻ്റെ മക്കളുടെ കാര്യം എന്നെക്കൊണ്ട് അവരെ ഇനി പഠിപ്പിക്കാനൊക്കെ കഴിയുമോ? ഞാനൊന്ന് ഈശോയോട് പറഞ്ഞതേ ഉള്ളൂ, ഇതാ ഈശോ അത് മുഴുവൻ ഏറ്റെടുക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇനി മുഴുവൻ ഈശോ നയിച്ചോളും സിസ്റ്ററെ, എനിക്ക് ധൈര്യമായി. ആ സഹോദരിയുടെ വാക്കുകൾ എനിക്കും ഒരു ആശ്വാസം തരുന്നതായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അഗ്നി പരീക്ഷകൾ ജീവിതത്തിൽ സംഭവിക്കാം. എല്ലായ്പ്പോഴും ഏത് ജീവിതത്തിലും സംഭവിക്കാവുന്ന കാര്യമാണ്. ആരുടെ ജീവിതത്തിലും, എത്ര വലിയ വ്യക്തിത്വമാണെങ്കിൽ പോലും, എത്ര ഉന്നതമായ നിലവാരം സമൂഹത്തിൽ പുലർത്തുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ അഗ്നി പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നീ ആഹ്ലാദിക്കണം. സഹോദര, പീഡകൾ, ക്രിസ്തുവിൻ്റെ പീഡ നിനക്ക് കിട്ടുമ്പോൾ അതിൽ ആഹ്ലാദിക്കാൻ പറ്റണം. ഒരു വിശ്വാസത്തിൻ്റെ നിറവ്. അബ്രഹാം പറഞ്ഞില്ലേ, ദൈവം തരും. ഈ ഒരൊറ്റ ബോധ്യം, ദൈവം നടത്തി തരും, ദൈവം വഴിയൊരുക്കും, ദൈവം എൻ്റെ കാര്യങ്ങളിൽ ഇടപെടും, ദൈവം എനിക്ക് ഉത്തരം തരും. ഇത് സ്വർഗം വെളിപ്പെടുത്തി തന്നാലേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. സാധാരണഗതിയിൽ വേദനയുടെ സമയത്തൊന്നും ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയാൻ വരികയല്ല. എത്ര ശ്രമിച്ചാലും ഞാനൊക്കെ എന്നാ പ്രാർത്ഥിച്ചിട്ട് കാര്യം, എൻ്റെയൊക്കെ പ്രാർത്ഥന കേൾക്കുമോ, അങ്ങനെ ഒരു നിരാശയിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയ സത്യം, കുഞ്ഞേ ദൈവം ഇടപെടും, കുഞ്ഞേ ദൈവമുണ്ട് നിൻ്റെ കൂട്ടിന്, കുഞ്ഞേ നിൻ്റെ മനസ്സിനെ ബലപ്പെടുത്താൻ ദൈവമുണ്ട്. ഈ വലിയ വിശ്വാസം എല്ലാ വിശുദ്ധാത്മാക്കളും അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൽ മുന്നേറിയത്. അവരൊരുപാട് സഹിച്ചവരാണ്. ഒട്ടുമിക്ക വിശുദ്ധരുടെയും ജീവിതത്തിൽ കഠിനമായിട്ടുള്ള വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലൊക്കെ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ചില സമയങ്ങളിൽ വല്ലാത്ത വേദന വരുമ്പോൾ നമ്മുടെ ഭാവനയും നമ്മുടെ ബുദ്ധിയും ചില സംഭവങ്ങളും ചില ഓർമ്മകളൊക്കെ ഒന്നുകൂടെ നമ്മളെ തളർത്തും. ഇനി രക്ഷപ്പെടാനേ പറ്റത്തില്ല. അതങ്ങ് നമ്മളെ വല്ലാതെ തളർത്തിക്കളയും, ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന പോലെയാക്കും. നമുക്ക് ഉണർന്നെഴുന്നേറ്റിട്ട് ചിറക് വിരിച്ച് പറന്നുയരാൻ പറ്റാത്ത പോലെ, നമ്മളെ ഒരു ഒതുക്കി വെക്കുന്ന പോലെ ഒരു അനുഭവത്തിലൂടെയൊക്കെ ചിലപ്പോൾ കടന്നു പോകാം. നമ്മുടെ തന്നെ ഭാവനയും നമ്മുടെ തന്നെ ബുദ്ധിയും നമ്മുടെ തന്നെ യുക്തിയും ഒക്കെ ഇതിന് ചിലപ്പം ഇങ്ങനെയുള്ള ഒതുങ്ങിക്കൂടലിന് വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക. എൻ്റെ ക്രിസ്തു, എൻ്റെ ദൈവം എന്നെ ഒറ്റയ്ക്കാക്കില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല. ദൈവം നടത്തും, ദൈവം വഴിയൊരുക്കും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദൈവം നടത്തും. പറയാൻ പറ്റുമോ സഹോദരൻ? നിനക്ക് പറയാൻ പറ്റുമോ? സഹോദരി, നിൻ്റെ മനസ്സിൽ നിനക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ദൈവം നിന്നെ വഴി നടത്തുമെന്ന്, ദൈവം നിനക്ക് വഴിയൊരുക്കുമെന്ന്, ദൈവം നിന്നെ സഹായിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ ദൈവിക പുണ്യം, വിശ്വാസം എന്ന പുണ്യം നീ വളർത്തിയെടുക്കുന്നുവെങ്കിൽ ഈ അഗ്നി പരീക്ഷകളിൽ നീ വിജയിക്കുകയാണ്. ഈ അഗ്നി പരീക്ഷകളിൽ നീ വിജയിക്കുമ്പോഴോ നിൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. നീ ഒരു പക്വതയിലേക്ക്, ആത്മീയ പക്വതയിലേക്ക് നീ ഉയരുകയാണ്. കുരിശുകളെയും വേദനകളെയും സങ്കടങ്ങളെയൊക്കെ നീ സന്തോഷത്തോടെ വഹിച്ചാൽ ഈ കുരിശ് നിന്നെ രക്ഷയിലേക്ക് വഹിച്ചുകൊള്ളും. നീ സന്തോഷത്തോടെ കുരിശിനെ വഹിച്ചാൽ ഈ കുരിശ് നിന്നെ രക്ഷയിലേക്ക് നയിച്ചുകൊള്ളും. സന്തോഷത്തോടെ കുരിശുകളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. മറ്റൊരു ദൈവിക പുണ്യമാണ് ശരണം, ദൈവത്തിലുള്ള ആശ്രയത്വം. എന്ത് പ്രശ്നമാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദൈവത്തിലുള്ള ആശ്രയത്വം, ഈ ശരണം അല്ലെങ്കിൽ ഈ പ്രത്യാശ നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ വല്ലാത്തൊരു ഭാരം പോലെയാണ്. നമുക്ക് വല്ലാത്തൊരു ഒരു ഭാരം മനസ്സിന് ഫീൽ ചെയ്യാൻ, ഒരു സ്വാതന്ത്ര്യം തോന്നുകയല്ല, ഒരു എളുപ്പം തോന്നുകയല്ല, ഒരു ഭാരപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ എല്ലാ പ്രതീക്ഷകളും ഒരുമിച്ച് തകർന്നു പോകുന്ന ഒരു അനുഭവത്തിലൂടെയൊക്കെ ചിലപ്പം കടന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ, ദൈവമേ എനിക്ക് നിൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ എന്നെ സഹായിക്കണേ, നിൻ്റെ വേദനകളിൽ പങ്കുചേരാൻ എന്നെ സഹായിക്കണേ, പ്രാർത്ഥിച്ചുകൊണ്ടേ നടക്കണം. എല്ലായ്പ്പോഴും നിന്നെ അധിക്ഷേപിക്കുന്നവരും നിന്നെ പരിഹസിക്കുന്നവരും നിൻ്റെ വാതിലുകൾ മുഴുവൻ ഒന്നൊന്നായി അടച്ചടച്ച് നിൻ്റെ ഭാവി മുഴുവൻ ഇരുളടഞ്ഞതാക്കാൻ പരിശ്രമിക്കുന്നവർ ഒരുപാട് പേര് നിൻ്റെ മുമ്പിലുണ്ടെങ്കിലും അവരിലേക്ക് നോക്കല്ല. നിന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിക്കുന്ന, നിന്നെ നയിക്കുന്ന നിൻ്റെ ദൈവത്തിലേക്ക് മാത്രം നീ ശ്രദ്ധിക്കുക. നിൻ്റെ ദൈവത്തെ മാത്രം നീ കാണുക. നിൻ്റെ ദൈവത്തിൽ മാത്രം നീ ശരണം വയ്ക്കുക. അങ്ങനെയെങ്കിൽ നിൻ്റെ ദൈവം നിന്നെ വഴി നടത്തിക്കൊള്ളും. ശരണം, പ്രത്യാശ നഷ്ടപ്പെടുത്തിയേക്കല്ല.
വിശുദ്ധ അൽഫോൻസ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ മിടുക്കിയാണ്. എന്താ കാരണമെന്നറിയോ? ക്രിസ്തുവിൻ്റെ കുരിശിൽ ആ സഹനത്തിൽ ഒരു ഭാഗഭാഗത്വം, അതിലൊരു ഓഹരി സ്വീകരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മിടുക്കിയാന്ന്. അൽഫോൻസാമയുടെ വാക്കുകളാണ്. ക്രിസ്തുവിനോട് നീ ഐക്യപ്പെടുന്നതനുസരിച്ച് അവിടുത്തെ സഹനത്തിൽ ഭാഗഭാഗത്വം വഹിക്കാൻ അതൊരു ദാഹമായിട്ട് തീരുകയാണ്. എത്രയധികം ക്രിസ്തുവിനെ നീ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ ഐക്യപ്പെടുന്നുവോ ആ സഹനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ഒരു വലിയ ദാഹം നിന്നിൽ വളർന്നു വരികയാണ്. വിശുദ്ധ റീത്തായുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഓർക്കുകയാണ്. ഒരുപാട് ഈശോയെ സ്നേഹിച്ച മകളായിരുന്നു വിശുദ്ധ റീത്ത. ഒത്തിരി ഈശോയോട് സ്നേഹമായിരുന്നു. എപ്പോഴും ഈശോ സഹിച്ച പാടുപീടുകൾ, പ്രത്യേകിച്ച് ശിരസിലെ മുൾമുടി, ഈശോ ധരിച്ച ആ മുൾമുടിയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ധ്യാനിക്കാൻ ഇഷ്ടമായിരുന്നു റീത്തയ്ക്ക്. റീത്ത എപ്പോഴും പറയുമായിരുന്നു, ഈശോയെ നീ സഹിച്ച ആ മുള്ളുകളുടെയൊക്കെ വേദന ഒരു മുള്ളെങ്കിലും എനിക്ക് തരാവോ? അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ ഈശോ മനസ്സായി. ഈശോയുടെ ശിരസിലുണ്ടായിരുന്ന 72 മുള്ളുകളിൽ ഒരെണ്ണം അതൊന്ന് ഈശോ റീത്തയുടെ നെറ്റിയിലേക്ക് പതിപ്പിച്ചു കൊടുക്കുകയാണ്. ആ മുറിവ് അത് വലിയൊരു മുറിവായി. പിന്നീട് വല്ലാത്ത വേദനയായിരുന്നു ആ മുറിവിന്. അത് പിന്നീട് ഒരു വലിയ ദ്വാരം പോലെയായി. പിന്നെ അതങ്ങ് പഴുക്കാൻ തുടങ്ങി. ഈവൻ പുഴുക്കൾ പോലും വരാൻ തുടങ്ങി എന്നാ പറയാ. വല്ലാത്ത ദുർഗന്ധവും. റീത്ത അത് മുഴുവൻ സഹിച്ചു. റീത്ത അത് മുഴുവൻ സഹിക്കുകയാണ്. കാരണം ചോദിച്ചു വാങ്ങിയതല്ലേ ഈശോയുടെ കയ്യിൽ നിന്ന്. സന്തോഷത്തോടെയാണ് സഹിക്കണത്. പുഴുക്കളൊക്കെ നെറ്റിയിൽ ആ മുറിവിൽ ഇങ്ങനെ അരിക്കണ കാണുമ്പോൾ റീത്ത പറയുമായിരുന്നു, കുഞ്ഞുമാലാകമാര് എൻ്റെ ഉപകാരികൾ. അങ്ങനെ റീത്ത പുഴുക്കളെ കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല ദുർഗന്ധമാണ്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും വേദനയും വിഷമവും ഒക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പുഴുക്കളെ കാണുമ്പോൾ റീത്ത പുണ്യവതി പറഞ്ഞത്, കുഞ്ഞുമാലാകമാര് എൻ്റെ ഉപകാരികൾ. സഹോദര സഹോദരി, ക്രിസ്തുവിൻ്റെ പീഡകളിൽ സന്തോഷിച്ച അനേകം വിശുദ്ധര് ആ പീഡകളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും സന്നദ്ധത പ്രകടിപ്പിക്കുകയും തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ട് മനസ്സിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് തുള്ളിച്ചാടിയവരാണ് ഒട്ടുമിക്ക വിശുദ്ധരും. വിശുദ്ധ മേരി അലക്കോക്കിൻ്റെ ഹൃദയത്തിൽ ഈശോ പേരിങ്ങനെ ഒരു ആയുധം കൊണ്ട് കീറിയാൽ എന്ന പോലെ ഹൃദയത്തിൽ ഈശോ എന്നുള്ള പേരെഴുതി കൊടുത്തു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഭയങ്കര വേദനയായിരുന്നു എന്നാണ് പറയണത്. അത് മുഴുവൻ ആ വിശുദ്ധ സഹിച്ചു. ഒക്കെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എത്രയോ വിശുദ്ധർക്ക് പഞ്ചക്ഷതങ്ങൾ കിട്ടിയിട്ടുണ്ട്. എത്രയോ വിശുദ്ധർക്ക് ഈശോയുടെ സഹിച്ച പീഡകളുടെ ഒരു പങ്ക്, അതിൻ്റെ ഒരു ഭാഗം, അതൊരു ഓഹരി പോലെ ഈശോ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ എത്തിച്ചേരുമ്പം കിട്ടുന്നൊരു ഭാഗ്യമാണ്. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി സഹിക്കണം. നമുക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ മുറിയാൻ വിട്ടുകൊടുക്കാം. ഇതൊക്കെ പറയാൻ എളുപ്പമാട്ടോ. ഇതൊക്കെ ഇങ്ങനെ മൈക്കിൽ കൂടെ പറയാൻ, ഇങ്ങനെ ടി വിയിൽ പറയാൻ, ഇതൊക്കെ വലിയ എളുപ്പമുള്ള കാര്യം. പക്ഷേ അത് ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലാക്കാൻ സഹോദര സഹോദരി, നമുക്ക് നമ്മുടെ ഈശോ കൊണ്ട് സഹായിക്കാൻ. ഏറ്റവും ആദ്യം നമ്മളെക്കാൾ മുന്നേ സഹിച്ചവനല്ലേ നമ്മുടെ ക്രിസ്തു. നമുക്ക് മുൻപേ കുരിശ് വഹിച്ച് കുരിശുമായിട്ട് നീങ്ങിയവനല്ലേ ക്രിസ്തു. അതുകൊണ്ട് ഈ ക്രിസ്തു നമ്മളെ സഹായിക്കും കുരിശെടുക്കാൻ, വേദനകൾ സ്വീകരിക്കാൻ, ഈ അഗ്നി പരീക്ഷകളിലൂടെ മുന്നോട്ട് നീങ്ങാൻ അവിടുന്ന് തന്നെ നമ്മളെ സഹായിക്കും. നീ തകർന്നു പോയേക്കല്ല, നീ തളർന്ന് വീണേക്കല്ല. ഈ 3 ദൈവിക പുണ്യങ്ങൾ, വിശ്വാസം, ശരണം, സ്നേഹം, ഇത് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും വളർത്തിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ അഗ്നി പരീക്ഷകളിലൊന്നും നീ തളർന്ന് വീഴില്ല. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിശ്വാസക്കൊന്ത, ശരണക്കൊന്ത, സ്നേഹക്കൊന്ത. എന്താ കാര്യമെന്നറിയോ? ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വല്ലാത്ത പരീക്ഷണം അനുഭവിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ മേഖലയിൽ ദൈവം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന അത്രയും ഒരു ഇരുണ്ട രാത്രിയുടെ അനുഭവത്തിലൂടെയൊക്കെ നടന്നു നീങ്ങുന്നൊരു അനുഭവം. ഈ സാഹചര്യത്തിൽ ഈ മറിയം ത്രേസ്യമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ദീർഘമായിട്ടുള്ള പ്രാർത്ഥനകളൊന്നും ചൊല്ലാൻ ആ സമയത്ത് പറ്റത്തില്ല. അപ്പം മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ചെറിയ പ്രാർത്ഥനയാണ്, പക്ഷെ അതെന്തോ ഒരു മനോഹരമാണ്. ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസക്കൊന്ത 1000 പ്രാവശ്യം ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കും. ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രതീക്ഷകളൊക്കെ തകരുമ്പോൾ, പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ മറിയം ത്രേസ്യമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു, എൻ്റെ പ്രതീക്ഷകൾ വളർത്തിത്തരണേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു, എന്നെ സഹായിക്കണമേ. വീണ്ടും മറിയം ത്രേസ്യമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ, സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് അധിക സ്നേഹം തരണമേ.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവമേ, നീ എനിക്ക് അധിക സ്നേഹം തരണമേ. വിശ്വാസക്കൊന്ത, ശരണക്കൊന്ത, സ്നേഹക്കൊന്ത വളർത്തിയെടുക്കാൻ പറ്റിയാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ പ്രാർത്ഥനാ ജപങ്ങൾ, ഇത് നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് ഉരുവിടുന്ന സമയം തന്നെയും ഈ അഗ്നി പരീക്ഷകളൊക്കെ വളരെ എളുപ്പമുള്ളതായിട്ട് തോന്നാം. വളരെ എളുപ്പത്തിൽ നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയും. ദൈവമുണ്ട് കൂട്ടത്തിൽ, അവിടുന്ന് ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കില്ല. ഒരിക്കലും, എത്ര വലിയ തടസ്സമാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് 1000 പ്രാവശ്യം നിൻ്റെ മനസ്സ് നിന്നോട് പറഞ്ഞാലും വിശ്വാസം വളർത്ത്, പ്രതീക്ഷകൾ വളർത്ത്, സ്നേഹം വർദ്ധിപ്പിക്കുക. എന്നിട്ടോ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ അഗ്നി പരീക്ഷകളിലൂടെ നീ പരിശോധനയിൽ വിജയിച്ചു എന്ന് നിൻ്റെ ദൈവം കണ്ടാൽ നിന്നെ ഇതാ കൃപയിലേക്ക് ഉയർത്തുകയാണ്. നിൻ്റെ ദൈവം സ്വർഗത്തിൽ നിൻ്റെ പ്രയത്നങ്ങളും നിൻ്റെ അധ്വാനങ്ങളും നിൻ്റെ കണ്ണുനീരൊക്കെ വായിച്ചറിയുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്. നിൻ്റെ ജീവിതത്തെ മാനിക്കുന്നൊരു ദൈവമാണ് നിനക്കുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞെ, നീ തളർന്നു പോകല്ല. കുഞ്ഞെ, നീ വേദനിച്ച് തളർന്ന് ഒതുങ്ങിപ്പോയേക്കല്ല. ശക്തമായി വീണ്ടും ഉണരണം. എന്തിന്? ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോടൊത്ത് ഒന്നായി തീരുവാനുള്ള ആ കൃപയിലേക്ക് ഉയരാൻ നമുക്ക് ആഗ്രഹിക്കാം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുചേരാൻ ഭാഗ്യം കിട്ടിയാൽ നിറഞ്ഞ മനസ്സോടെ ദൈവമേ നന്ദി എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. അതിനുള്ള കൃപ ഈശോ നമുക്ക് തരട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, വിശ്വസിക്കാൻ എൻ്റെ വിശ്വാസം തകർന്നു പോകുന്ന അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം വന്നാലും ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു ദൈവമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. പ്രതീക്ഷകൾ മുഴുവൻ കൊഴിഞ്ഞു വീഴുമ്പോഴും ഞാൻ നിന്നിൽ പ്രത്യാശിക്കുന്നു ദൈവമേ. എന്നെ സഹായിക്കാൻ വൈകരുതേ. എൻ്റെ സ്നേഹം മുഴുവൻ തണുത്തു പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ, എൻ്റെ സ്നേഹം വർദ്ധിപ്പിച്ചു തരണേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. എന്നും നിന്നോട് ചേർന്ന് നിൽക്കാൻ, നിന്നെ മാത്രം സ്നേഹിക്കാൻ, നിൻ്റെ പീഡകളിൽ പങ്കുകാരാകാൻ ഞങ്ങളെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.